ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ പ്രക്രിയയിൽ ലക്ഷ്മി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയാണ്. അക്ബറിൻ്റെ കാരണം പറയുന്നത് അക്ബർ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പാണ് എന്നുള്ള കാരണം നിരത്തിയാണ് ലക്ഷ്മി അക്ബറിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആര്യൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനീഷിനെയാണ്. വീട്ടിൽ അനീഷ് ഭയങ്കര ബഹളങ്ങളും പ്രശ്നങ്ങളാണ്. ജയിലിൽ പോയി ഇനി നന്നാവും എന്നൊന്നും പറയണ്ട, എന്തായാലും ജയിലിൽ പോയി കിടക്ക് എന്നുള്ള കാരണം നിരത്തിയാണ് ആര്യൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത്. സാബുമേൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷാനവാസിനെയാണ്. സാബുമേൻ പറയുന്ന കാരണങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിച്ചിട്ട് അത് പൊളിച്ച് കയ്യിൽ തന്ന നിങ്ങളെ എന്ത് വിശ്വസിച്ചാണ് ഇനി മറ്റൊരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുക. അതുകൊണ്ട് ഈ കാരണങ്ങൾ നിരത്തിയാണ് ഷാനവാസിനെ സാബുമേൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അനീഷിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷാനവാസാണ്. ഷാനവാസ് പറയുന്ന കാര്യം മിത്രം എന്ന് പറഞ്ഞ് ഒപ്പം കൂടിയിട്ട് കഴുത്ത് കയറി ചെവി കടിക്കുന്ന ഒരു സ്വഭാവം, അതായത് എൻ്റെ വായ അടപ്പിക്കാമെന്നുള്ളൊരു വിചാരം അനീഷ് വെക്കണ്ട എന്നുള്ള കാരണം. എന്തായാലും ഷാനവാസ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ ലക്ഷ്മി അല്ലെങ്കിൽ അക്ബർ അല്ലെങ്കിൽ അനീഷ്. ഇതാണല്ലോ സ്ഥിരം കാഴ്ച. വേറെ ആരെയും ഷാനവാസ് അങ്ങനെ നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്തായാലും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അനീഷ് എന്തോന്ന് മറുത്തങ്ങോട്ട് പറയുമ്പോൾ അവിടെ ആദില കയറി അനീഷിനെ താനൊന്ന് മിണ്ടാതിരിയടോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഷാനവാസിനൊപ്പം കൂടുന്ന ഒരു ആദിലയെയും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ ജയിലിലേക്ക് പോകാനുള്ള സാധ്യത ഈ ആഴ്ച അനീഷാണ്. മറ്റൊന്ന് അക്ബർ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഷാനവാസ് ആയിരിക്കും.